ഒന്നും ചെയ്യാനില്ല. 3 നേരം സുഖമായിട്ട് ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു വിടുക, അത്ര തന്നെ. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ വഴി ഞാൻ പറയാം. തരുവോ? തരാം. തരാം. ക്ഷത്രിയന് യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ നിഗ്രഹം പാവമല്ല, യശസ്സാണ്. കൊല്ലേ? അതും സ്വന്തം അമ്മാമേ. ശ്രീകൃഷ്ണൻ മാതുലൻ കംസനെ വധിച്ച കഥ കേട്ടിട്ടില്ലേ? അർജുനൻ സ്വന്തം സഹോദരനായ കർണന്റെ നെഞ്ചത്ത് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത് കേട്ടിട്ടില്ലേ? അതൊന്നും അധർമ്മമായിരുന്നില്ല. യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ അനന്തരവനോ ആരുമില്ല. ശത്രു മാത്രമേ ഉള്ളൂ. ശത്രു. എന്തായി ആ സമയത്ത്? നീ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കണല്ലോ. എന്താ ഉണ്ടായേ? പറയാ. ഞാനൊരു സ്വപ്നം കണ്ടു. അത്രേ ഉള്ളൂ. അച്ഛൻ സൂക്ഷിക്കണം, ശത്രുക്കളാണ് ചുറ്റും. അയ്യേ, എന്താ ഇത്? ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചാ ഇങ്ങനെ പരിഭ്രമിക്കണത്? അച്ഛനൊന്നും വരില്ല. ചുറ്റും ചിരിച്ചു കാണിക്കണ മുഖങ്ങളൊക്കെ പൊയ്യാണെന്നറിയാം. വഹകളിലാണ് എല്ലാവർക്കും നോട്ടം. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, ഞാനിതൊക്കെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകാൻ പോണുണ്ടോ. എന്നാലും ഈ ആർത്തി കാണുമ്പോഴാ. നിന്നെ ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണതിലും അച്ഛന് സന്തോഷമുള്ളൂ. പോയി കിടന്നോളൂ. ആരാ ഇപ്പൊ കളിച്ചേ? ഉറക്കം വരണില്ല അച്ഛാ, ഞാനിരിക്കാം. വേണ്ട, പോയി കിടന്നോളൂ. എനിക്കിതൊക്കെ പതിവാ. രണ്ടു മാസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര പെട്ടെന്ന് പുറപ്പെടുന്നേ? പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാലേ ഏട്ടൻ തിരുമനസിനോടൊന്ന് പറഞ്ഞിട്ട് പോണം. അതിലൊന്നും നിക്കണ്ട, വാ. അന്വേഷിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞാ മതി. അങ്ങേർക്ക് ഇപ്പൊ അതിനല്ലേ നേരം. സമയം കളയാതെ വേഗം പുറപ്പെടെ. വേണ്ട, നീ വരണ്ട. 3 നാളായിട്ട് ഇറങ്ങണ്ട. ഞാൻ അവരെ കൊണ്ട് വിട്ടിട്ട് വരാം. രവി വന്നിട്ടുണ്ട്. ശംഭു മഹാദേവ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉദയവർമ്മ ഒരു വൃദ്ധൻ മാത്രമാണെന്ന് ധരിക്കരുത്. സ്ഥാനവും അധികാരവും ഇല്ലെങ്കിലും അയാൾ രാജാവാണ്. ആ പദവിയുമുണ്ട്. മാത്രമല്ല സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങൾ എല്ലാവരും ഇരുമ്പുഴയ്ക്കുള്ളിലാണ്. ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം മരണം. കൊലപാതകമാണെന്ന് സംശയം കൂടി തോന്നാൻ പാടില്ല. അത് സാധിക്കോ? സാധിക്കണം. വെറുതെ വധിക്കാനാണെങ്കിൽ ആർക്കും ആരെയും വധിക്കാം. തനിക്കും പറ്റും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം. ബുദ്ധിയും വൈഭവമുള്ള ആളായിരിക്കണം. കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത്. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി അങ്ങ് മറന്നേക്കും. ബോംബെയിൽ കിട്ടാണ്ടിരിക്കില്ല. അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ. മുത്തശ്ശൻ അറിയോ അത്? ഈ അന്ധൻ എന്തറിയാൻ? ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഐകമത്യം മഹാബലം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. സ്ത്രീകളോട് ഒരു കാരണവശാലും ഒന്നും പറയരുത്. കഴുത്ത് അങ്ങോട്ട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല. അപ്പൊ ഞാൻ പോയി വരട്ടെ മുത്തശ്ശ. വിജയീ ഭവ, വിജയീ ഭവ.